Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 45ാമത്തെ മെനുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അതിന്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ട് ചക്കക്കുരുവിന്റെ തോരനും മീൻ വറുത്തതും സാലഡും. സിമ്പിൾ റെസിപ്പീസ് ആണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് തോരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാങ്ങ വേവുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയോ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കടുകും മുളകും കരിവേപ്പിലയും ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ടാൽ നമ്മുടെ കറി റെഡി. ഇപ്പുറത്ത് കടുക് പൊട്ടിക്കുന്നുണ്ട് ഇത്തിരി വെളിച്ചെണ്ണയിൽ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കുക, കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു 5 മിനിറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കുരു വേവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇത്രയും മിക്സിയിൽ ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരുവിൻ്റെ തോരൻ റെഡിയായി. അപ്പോൾ ഇതിലും സിമ്പിൾ റെസിപ്പീസ് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.